പുതിയ പ്രതീക്ഷയിലേക്കുള്ള പ്രത്യാശയുടെ വാതിൽ തുറന്ന് സ്നേഹവും സാഹോദര്യവും നന്മയും മാത്രം കണ്ടെത്തുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ക്രിസ്മസ് വരവായിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ കൂടുകൂട്ടുന്ന കുളിരുള്ള രാത്രിയിൽ പുൽക്കൂടിൻ്റെ ചൂടേറ്റ് പിറന്ന ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും വരവേൽക്കുന്ന ദിവസം. ഈ ക്രിസ്മസിന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് 3 സന്ദേശങ്ങളാണ്. 1. ഉണ്ണിയേശു ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ രാത്രിയിൽ പൊന്ന് മൂര് കുന്തിരിക്കവുമായി 3 രാജാക്കന്മാർ കാണാനെത്തി. ഈ രാജാക്കന്മാർക്ക് വഴികാട്ടിയായി മാറിയത് ഒരു നക്ഷത്രമാണ്. ഇതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നന്മയുടെ വഴികാട്ടിയായി മാറുന്ന ഒരു നക്ഷത്രമായി മാറാൻ നമുക്ക്. ഏശയ്യാ പ്രവാചകനും യെരമ്യാ പ്രവാചകനുമൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ അരുളി ചെയ്തതുപോലെ ദൈവപുത്രൻ്റെ രാജാതിരാജൻ്റെ ജനനം സംഭവിച്ചത് മാളികയിലോ മഹാസൗധത്തിലോ അല്ല, മറിച്ച് കന്നുകാലികളുടെ ഒരു തൊഴുത്തിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഒരുക്കിയിരിക്കുന്ന പുൽക്കൂടിൻ്റെ ഭംഗിയോ ദൃഢതയോ പോലും ഇല്ലാത്ത ഒരു കാലിത്തൊഴുത്തിൽ. ഇതിലൂടെ വിലമതിക്കാനാവാത്ത ഒരു പാഠം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എളിമയുള്ളവരായിരിക്കുക. തോമസ് മേർട്ടൺ പറഞ്ഞതുപോലെ അഹങ്കാരം നമ്മളെ കൃത്രിമമാക്കുമ്പോൾ എളിമ നമ്മളെ യഥാർത്ഥ മനുഷ്യരാക്കുന്നു. എത്ര വലിയ ലക്ഷ്യത്തോട് ജീവിച്ചാലും ഏറ്റവും പരമപ്രധാനമായി കാണുന്ന ഒന്നാണ് സമാധാനം ഉണ്ടായിരിക്കുക എന്നുള്ളത്. ഈ സമാധാനത്തെ എങ്ങനെ കാത്തു സൂക്ഷിക്കാമെന്ന് ക്രിസ്മസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഉണ്ണിയേശുവിൻ്റെ ജനനത്തിന് ശേഷം മാലാഖവൃന്ദങ്ങൾ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ, നല്ല മനസ്സുള്ളവരായിരിക്കുക. ഈ ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന നാം ഓരോരുത്തർക്കും ഈ ജനന പെരുന്നാൾ സന്തോഷവും സമാധാനവും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.